ടാക്സ് കൂടാതെയാണ് അവർ ഇത് എക്സ്ട്രാ പേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ 2021 എടുത്ത ഏറ്റവും വേസ്റ്റ് ജീവിതത്തിലെ ഒരു ഡിസിഷൻ ആയിരുന്നു UK പഠിക്കാൻ സ്റ്റുഡന്റ് ആയിട്ട് വരിക. കെയറർ സെക്ടർ അല്ല, അത് എടുത്തു പറയുന്നു. നോർമലി വർക്ക് ചെയ്യുന്ന ഒരാളെ ബാധിക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, അബീസ് യുക്കെയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പ്രപ്പോസ് ചെയ്തപ്പെട്ട ILR അല്ലെങ്കിൽ PR-ന്റെ ചേഞ്ചസിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓഡിയൻസിലോട്ട് എത്തിയപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. നിങ്ങൾ പറയുന്ന ഇയർ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്താനുണ്ട്. ഒരു കാര്യം, ഒരു ഇൻഫർമേഷൻ ഒരാളിലോട്ട് എത്തിക്കുമ്പോൾ അയാൾക്കത് മനസ്സിലാകുന്നതാണല്ലോ നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർത്തു അത് ക്ലാരിറ്റി വരുത്താനായിട്ട്, കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി ഒരു ക്വിക്ക് വീഡിയോ. അതുപോലെ തന്നെ അതിന്റെ കമന്റ് സെക്ഷൻ വായിച്ചപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായ കാര്യം പറഞ്ഞാൽ ILR അല്ലെങ്കിൽ PR-നെ പറ്റിയിട്ട് ആൾക്കാർ കുറെ കൂടെ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കമന്റിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് വീഡിയോ ചെയ്യണം, ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരപ്പെട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കും കുറെ സന്തോഷമായി. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ കൺഫ്യൂഷൻ മാറ്റി കൃത്യമായിട്ട് എത്ര വർഷമാണ്, ആർക്കൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് PR അഫക്ട് ചെയ്യുന്നത്, അതിനെ പറ്റിയിട്ട് ഒരു ക്വിക്ക് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതും പ്രപ്പോസൽ മാത്രമാണ്, ഒരു ലോ ആയിട്ടില്ല. ഇതിൻ്റെ അകത്ത് ഇതിന് ലോ ആവണമെങ്കിൽ ഇതിന് കുറേ സ്റ്റെപ്പുകൾ കടന്നെങ്കിൽ മാത്രമായിരിക്കും ഇതൊരു ഇംപ്ലിമെന്റ് ആയിട്ട് വരിക, ബാക്കിയുള്ളവരെ ബാധിക്കുന്ന രീതിയിൽ സംഭവിക്കാം. ഇതിലെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് തന്നെ ഇത് ആരെയൊക്കെയാണ് ബാധിക്കുന്നത്. ആദ്യം തന്നെ പറയേണ്ടത്, കൂടുതലും ഇമിഗ്രേഷൻ കട്ട് ഡൗൺ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് 2021 മുതൽ 2025 വരെയുള്ള കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആൾക്കാരും അവരുടെ ഡിപ്പെൻഡൻസും വന്നിട്ടുള്ള ഒരു വിസ എന്ന് പറയുന്നത് ഹെൽത്ത് കെയറിലുള്ള കെയർ സെക്ടർ വിസയിലാണ്. അപ്പം ഈ വിസയിൽ വന്ന് ഇത്രയും ഇമിഗ്രേഷൻ കൂടിയത് കാരണം ഈ വിസയിൽ വന്ന ഇത്രയും ആൾക്കാർ ഇനിയും വരാൻ പോകുന്ന വർഷങ്ങളിൽ 2029 മുന്നേ ഉള്ള വർഷങ്ങളിൽ ILR എലിജിബിൾ ആയി കഴിഞ്ഞാൽ ഇത് UK ഗവൺമെന്റിനെ നല്ലപോലെ എക്കണോമിനെ ബാധിക്കും. കാര്യം പറഞ്ഞാൽ അവർക്കുള്ള ബെനിഫിറ്റ്, പല കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും UK ഗവൺമെന്റിനെ അഡ്വേഴ്സ്ലി അഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് കൂടുതലും കെയറർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരെ ആയിരിക്കും ഈ നിയമം ബാധിക്കാന്ന് ഇപ്പൊ നമുക്ക് ന്യൂസ് എല്ലാം വരുന്നതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ കെയറർ സെക്ടറിലുള്ളവരെയാണ് ഈ 15 വർഷത്തെ കണക്ക് ബാധിക്കപ്പെടുന്നത്. ബാക്കിയുള്ള എല്ലാ സെക്ടറും തന്നെ 15 ഇല്ല, 10 വർഷത്തെ കണക്കിൽ തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. പിന്നെ എക്സെപ്ഷണൽ കേസിൽ ഈ 15 വർഷത്തെക്കാട്ടിലും കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബെനിഫിറ്റ് യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഓവർ സ്റ്റേ ചെയ്തു, എന്തെങ്കിലുമൊക്കെ കാരണത്തിലാൽ നമ്മൾ UK ഗവൺമെന്റിന്റെ ഡെപ്റ്റ് കളക്ട് ചെയ്തു, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് വർഷങ്ങൾ കൂടുന്നത്. നോർമലി വർക്ക് ചെയ്യുന്ന കെയറർ സെക്ടർ അല്ല, അത് എടുത്തു പറയുന്നു. നോർമലി വർക്ക് ചെയ്യുന്ന ഒരാളെ ബാധിക്കാൻ പോകുന്നത് 10 വർഷം കണക്കാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും 10 വർഷത്തെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. നോർമലി വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അഫക്റ്റ് ആവുന്നത് 10 വർഷത്തെ കണക്കും, ഹെൽത്ത് കെയർ അല്ലെങ്കിൽ കെയറർ സെക്ടർ അതുപോലെ ലോ വേജ് സ്കെയിലിൽ വർക്ക് ചെയ്യുന്നവരെയാണ് 15 വർഷത്തെ കണക്ക് ബാധിക്കാൻ പോകുന്നത്. ഇനി അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ഹൈ ടാക്സ് പെയർ ആണെങ്കിൽ, അതായത് 50,270 പെർ ഇയർ, ആ ഒരു പെർ ഇയർ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ല, പക്ഷേ 50,270 പെർ ഇയർ കണ്ടിന്യൂസ്ലി PR കിട്ടുന്നതിന് 3 വർഷം നിങ്ങൾ ഏൺ ചെയ്യുവാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ 10 വർഷം PR എന്നുള്ള കണക്കിൽ നിന്ന് 5 വർഷം കുറഞ്ഞ് 5 വർഷം കൊണ്ട് തന്നെ PR നിങ്ങൾക്ക് എലിജിബിൾ ആവുന്നത്. ഇൻ കേസ് നിങ്ങൾ പെർ ഇയർ ഏൺ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1,25,000 പൗണ്ട് ഈ 3 വർഷം PR കിട്ടുന്നതിന് 3 വർഷം ആണെങ്കിൽ പെർ ഇയർ, അത് ഞാൻ എടുത്തു പറയുന്നു, പെർ ഇയർ ഏൺ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ 10 ഇയേഴ്സ് എന്നുള്ള PR 7 വർഷം റെഡ്യൂസ് ചെയ്ത് 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് PR കിട്ടും. അതുപോലെ തന്നെ ഈ 3 വർഷം കൊണ്ട് PR കിട്ടുന്ന വേറൊരു കാറ്റഗറിയാണ് ഗ്ലോബൽ ടാലന്റ് വിസ റൂട്ടിലുള്ളവര്, ഇന്നോവേറ്റർ വിസയിലുള്ളവര്. അതായത് UK ഗവൺമെന്റ് അല്ലെങ്കിൽ UKയുടെ ഡെവലപ്മെന്റിന് വേണ്ടി ബിസിനസ് പരമായിട്ടും എന്റർപ്രണർഷിപ്പ് ആയിട്ടും ഒക്കെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈലി ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരെയാണ് ഈ ഒരു കാറ്റഗറി. ഫാസ്റ്റ് ട്രാക്ക് റൂട്ടിൽ 3 വർഷം 5 വർഷമൊക്കെ കൊണ്ട് PR-ന് എലിജിബിൾ ആവുന്നത്. കഴിഞ്ഞ കൊല്ലങ്ങളിലെ പോലെ 5 വർഷം കൊണ്ട് തന്നെ PR കിട്ടാൻ എലിജിബിൾ ആയിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന 3 ആൾക്കാരെയാണ് ഇപ്പൊ കറന്റ് ആ പ്രപ്പോസൽ നിയമത്തിൽ എടുത്തു പറയുന്നത്. നഴ്സസ്, രണ്ടാമത്തേത് ഡോക്ടേഴ്സ്, മൂന്നാമത്തേത് ടീച്ചേഴ്സ്. ഇവർ ഇത്രയും പേരും UKയുടെ ഹെൽത്ത് സെക്ടറിനെയും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടറിനെയും ഒക്കെ അവര് കാര്യമായിട്ട് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്ന് കാണിക്കുന്നത് കാരണമാണ് ഇവർക്ക് ഇപ്പൊ എത്രയാണോ PR ആ ഒരു ലെവലിൽ തന്നെ 5 വർഷത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നത്. അവര് നേഴ്സാണ്, പക്ഷെ വർക്ക് ചെയ്യുന്നത് കെയർ ഹോമിൽ ഒരു കെയർ അസിസ്റ്റന്റ് അങ്ങനെയൊക്കെ ഒരു കാറ്റഗറിയിലാണ്. അങ്ങനെയുള്ളവർ ഒരു കേസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ ഒരു കെയറർ ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ട് നമുക്ക്
NHS പിൻ നമ്പറിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പിൻ നമ്പർ എടുത്തവരും ഈ നഴ്സസ് കാറ്റഗറിയിലോട്ട് മാറുന്നത് കാരണം അവർക്കും 5 വർഷത്തെ PR എലിജിബിൾ ആണ്. ഇൻ കേസ് നിങ്ങൾ പിൻ നമ്പർ ഒന്നും എടുത്തിട്ടില്ല, നിങ്ങൾ ഇപ്പോഴും ഒരു കെയറർ എന്നുള്ള രീതിയിൽ തന്നെയാണ് തുടരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ 15 വർഷത്തേക്ക് PR വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ UK ഗവൺമെൻറ് കണ്ടുപിടിച്ചൊരു കാര്യം ഞാൻ പറയട്ടെ. മോസ്റ്റ് ആൾക്കാരും, അതായത് അത്യാവശ്യം നല്ല കാലിബർ ഉള്ള എഞ്ചിനീയേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ IT സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള ആൾക്കാരാണെങ്കിലും പല രീതിയിൽ ഇപ്പം എന്താണ് NHS തന്നെ ഫിസിയോതെറാപ്പി അതുപോലെയൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ നമുക്ക് ഇപ്പം ഞാൻ കേട്ട എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ സാധാരണയായി 5 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാൾ എത്രയാന്ന് പറഞ്ഞാലും ഏൺ ചെയ്യാൻ പോകുന്നത് 50,000 ആ ഒരു റേഞ്ചിലായിരിക്കും. 50,000 അല്ലെങ്കിൽ ഒരു താഴത്തെ റേഞ്ചിലും. എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ട് ഏൺ ചെയ്യുന്നത് 48,700 ആണ്. പുള്ളി ഇവിടെ വന്ന് UK സ്റ്റുഡൻ്റ് ആയിട്ടാണ് വന്നത്. നാട്ടിൽ ബാക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഗൾഫിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് എഞ്ചിനീയർ ആണ്, ഫീൽഡിൽ വന്നു. ഇവിടെ വന്ന് വർക്ക് ചെയ്തത് 3.5-4 കൊല്ലം കഴിയാറാവുകയാണ്. ഇനി ആകെ വരുന്നത് 1 ഇയറും കൂടിയാണ്. അങ്ങനെയുള്ള ഒരാളുടെ കേസ് എന്ന് പറയുമ്പോൾ ആ 1 ഇയറിലേക്കാണ് പുള്ളി ഇനിയും എന്ത് ചെയ്യുമെന്നറിയാത്ത ഒരു കൺഫ്യൂസ്ഡ് ഒരു ഡിസിഷൻ ഇരിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടിയ ന്യൂസുകൾ അനുസരിച്ച് ഇതെന്ന് പറയുന്നത് ഇപ്പോഴും ഒരു റൂൾ ഇംപ്ലിമെന്റ് ആയിട്ടില്ല. റീഫോം പാർട്ടി പറഞ്ഞ് റിവോക്ക് ചെയ്യും, പഴയ കിട്ടിയ ആൾക്കാരനെ റിവോക്ക് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ മേളിലോട്ട് ഇവരൊരു ഇടി കൊണ്ടിട്ടെന്നേ ഉള്ളൂ. ഇതൊരു റൂള് ആവണമെന്നുണ്ടെങ്കിൽ ഇത് പല ഫേസുകളും, ഇത് കോർട്ടിൽ പോയി കോർട്ട് ഓർഡർ വരണം, പിന്നെ ഹ്യൂമൻ റൈറ്റ്സും എല്ലാം സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമായിരിക്കും ഇത് കംപ്ലീറ്റ്ലി ഒരു റൂളായിട്ട് നമുക്ക് ഇഷ്യൂ ചെയ്യപ്പെടത്തുള്ളൂ. ഇപ്പോഴും ചാൻസുകളുണ്ട്. പബ്ലിക് കൺസൾട്ടേഷനും നമുക്ക് വരുന്ന പെറ്റീഷൻസും എല്ലാം സൈൻ ചെയ്ത് അതിൻ്റെയൊക്കെ ഒരു അവസാനമായിട്ടായിരിക്കും നമുക്ക് ഈ റൂള് കറക്റ്റ് ആരെയൊക്കെയാണ് ബാധിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റി ഒരു കറക്റ്റ് പിക്ചർ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇപ്പൊ വരെയും ടെൻഷൻ അടിക്കാതിരിക്കുക. ഇതൊരു റൂൾ ആവുന്നത് വരെ നമുക്ക് സമയമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത് എന്തായിരിക്കും ഇനി നമ്മുടെ ഫ്യൂച്ചർ എന്നുള്ളത്. എല്ലാവരും ടെൻഷനിലാണെന്ന് നമുക്കറിയാം. നമ്മുടെ കമന്റിലാണെങ്കിലും ഒരാൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 2021 എടുത്ത ഏറ്റവും വേസ്റ്റ് ജീവിതത്തിലെ ഒരു ഡിസിഷൻ ആയിരുന്നു UK പഠിക്കാൻ സ്റ്റുഡൻ്റ് ആയിട്ട് വരിക. ഇവിടെ വന്നിട്ടും പിന്നെയും കുറേ നിയമങ്ങൾ. ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറയട്ടെ. നമ്മുടെ UK മാത്രമല്ല ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. പല രാജ്യത്തും പല രീതിയിലും ഇമിഗ്രേഷനെ ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിൽ റൂൾസും ചേഞ്ചസും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നത് കാരണം, നമ്മളെ ഡയറക്ട്ലി ഇഫക്ട് ചെയ്യുന്നത് കാരണമാണ് നമ്മൾ അതിൻ്റെ അകത്ത് ടെൻഷൻ ആവുന്നത്. കുറെ ആൾക്കാർ ഇപ്പോഴും നമ്മുടെ കമന്റിൽ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ റൂള് വന്നാലും ഇനിയും മുന്നോട്ട് ആൾക്കാർ ഇവിടെ നിൽക്കാൻ ശ്രമിക്കും, കെട്ടും കിടക്ക എടുത്ത് ആരും ഇവിടുന്ന് പോകാനൊന്നും പോകുന്നില്ല. ഇനി ഒരു 5 വർഷത്തേക്കാണെങ്കിലും IHSും അടച്ച് വിസ ഫീസും ഒക്കെ അടച്ച് പിന്നെയും ആൾക്കാർ ഇവിടെ നിൽക്കുമെന്നൊരു തോന്നല് UK ഉള്ളത് കൊണ്ടായിരിക്കാം ഇവർ ഈ റൂൾസ് വരുത്താനായിട്ട് നോക്കുന്നത്. അത് പിന്നെ ഇവരുടെ എക്കണോമിയിലോട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഓരോ IHS അടയ്ക്കുമ്പോഴും നമ്മളൊരു ഹെൽത്ത് സെക്ടറിലല്ല വർക്ക് ചെയ്യുന്നതെങ്കിൽ എനിക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ എത്ര ലക്ഷം രൂപയാണോ ഒരു വർഷം നമ്മൾ ഈ UK ടാക്സ് അല്ല കേട്ടോ, ടാക്സ് അല്ലാണ്ട് നമ്മൾ ഇനീഷ്യലി ഇവിടെ നിൽക്കാനായിട്ട് പേ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ കേൾക്കുന്നവരോർക്കും എന്നാൽ നിങ്ങൾക്ക് നേഴ്സിംഗ് വല്ലതും പഠിച്ച ആ ഒരു രീതിയിൽ ജീവിച്ചാൽ പോയിരുന്നു. ഓരോരുത്തർക്കും അവരവരുടേതായ താല്പര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നേഴ്സ് മാത്രം പഠിച്ചവർ UK നിൽക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം നിൽക്കണം, പല ആഗ്രഹത്തിന് പുറത്താണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാലും ബാക്കി പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന ഹെൽത്ത് സെക്ടറിലല്ല അല്ലെങ്കിൽ നേഴ്സ് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എത്ര ലക്ഷം ഓരോ വർഷവും മുടക്കിയാണ് ഇപ്പം ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിലും ഒരു ഫാമിലി ആയിട്ടാണെങ്കിലും അവർ ഇവിടെ നിൽക്കുന്നതെന്ന് അറിയാം. ടാക്സ് കൂടാതെയാണ് അവർ ഇത് എക്സ്ട്രാ പേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ PR എന്ന് പറയുന്നത് അവർ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുന്ന രീതിയിൽ കോർട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും ഇമിഗ്രൻസിന് സപ്പോർട്ടായിട്ട് വരിക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അറിയാവുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർക്കും കൂടി ഇൻഫർമേഷൻ ആവുന്നതിന് വേണ്ടിയിട്ട് കമന്റിൽ സംസാരിക്കാം. ഇറ്റ്സ് മീ വീമ സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ.